2-3 ആഴ്ചയായിട്ടുള്ള നിയന്ത്രണങ്ങളും ലോക്ക്ഡൌൺസൊക്കെ കാരണം ഒരുവിധം വീട്ടില് മേടിച്ചു വെച്ചിട്ടുള്ള പച്ചക്കറിക്ക് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു മാങ്ങയും കുറച്ച് മോരും ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒഴിച്ചു കൂട്ടാനുള്ള ഒരു കറി ഉണ്ടാക്കാട്ടാ. ബാക്കി നമ്മൾ വീട്ടിലുള്ള പച്ചക്കറികളല്ല, കറിവേപ്പില, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങൾ മതി. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഉലുവ വേണം, ഒരു 2 പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില വേണം. ഉണ്ടെങ്കിൽ സുഖമായിട്ട് കറി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് മാങ്ങ എടുക്കാം. ആദ്യം മാങ്ങ അവസാനത്തെ മാങ്ങയാണ് ഇവിടെ ഫ്രിഡ്ജിലെ, ഇനി വേണമെങ്കിൽ പോയി മേടിക്കണം. ഈ മാങ്ങേനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. മാങ്ങയിൽ തൊലിയൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ വെണ്ടയ്ക്കും കുമ്പളങ്ങയൊക്കെ അരിയണ പോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. നമ്മൾ ചൂടാക്കിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കഷ്ണാക്കി വെച്ചിട്ടുള്ള മാങ്ങല്ലേ അത് അതിലേക്ക് അങ്ങോട്ട് ഇടുക. ഈ ചട്ടിയിലേക്ക് അങ്ങോട്ട് എടുത്തിടുക. മാങ്ങ ഇടുക. അങ്ങനെ മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പച്ചമുളകില്ലേ, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് എടുത്തിടുക. ഇഞ്ചി എടുത്തിട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, നമ്മളിവിടെ ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല, നാച്ചുറലായിട്ട് തന്നെ നല്ല സാധനങ്ങൾ തന്നെ കഴിക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരിവ് മതി നമുക്ക്. എന്നിട്ടൊന്ന് സാധനം തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഒരു 5 മിനിറ്റ് തിളക്കുമ്പോഴേക്കും മാങ്ങ വേവ് കൂട്ടാം. നോക്കി നോക്കാം. നമുക്ക് തുറന്നിട്ട് ലിഡ് തുറന്നിട്ടൊന്ന് നോക്കിയ സാധനം ഒരുവിധം തിളച്ചുണ്ട്. ഇനി ഇതിലൊരു കഷ്ണം ശർക്കര ഇടാം. കാരണം നമ്മൾ മോരും പച്ചമാങ്ങയല്ല ഇട്ടാണ്, അപ്പോൾ രണ്ടും ഭയങ്കര കൂടിയാണ്. അപ്പോൾ അതൊന്ന് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ശർക്കര. ഇനി നമുക്ക് ഇതിൽ മോര് വേണം. വീട്ടിൽ കട്ടത്തൈര മോര എന്തായാലും കുഴപ്പമില്ല. ഇവിടെ നമുക്കിപ്പോൾ അൽറവാബിയുടെ ഫുൾ ഫാറ്റ് യോഗേട്ടാണ്. അതെടുത്തിട്ട് ഒന്നൊരു വെള്ളം രൂപത്തിലാക്കണം. ഒരു കട്ടത്തൈരിനെ ഒന്ന് അടച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്യാം. ഇപ്പൊ ഈ മാങ്ങ കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് മാങ്ങ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് മാങ്ങ തൊലിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അത് എല്ലാ ഗുണങ്ങളും കിട്ടിക്കോട്ടെ. നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുണ്ട്, നല്ല മണം വരുന്നുണ്ട് ഇടാം. നമുക്ക് ഇപ്പോൾ മോരില്ലേ, നമ്മൾ മിക്സിയിലിട്ട് അടിച്ച മോര് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് തീയൊന്ന് കുറച്ച് വെക്കണം നമ്മൾ. എന്നിട്ട് മോര് ഒഴിക്കുക. മിക്സിയിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒഴിക്കുക. പഞ്ഞക്കാലല്ലേ, കളയേണ്ട ഒന്നും ഒഴിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഇത്തിരി ഒഴിച്ചു കൂട്ടാളൊക്കെ അറിയില്ല, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇതൊരു കയ്യിലെടുത്തിട്ട് നന്നായി ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കി വയ്ക്കുക. നമ്മൾ ഇളക്കി ചേർത്തു. നമ്മൾ ഇനി തീ ഓഫാക്കുക. ഇനി അതിലേക്ക് വറുത്തിടുക. അങ്ങനെ നമ്മളൊരു ചെറിയ പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിടുക. കടുക് കൂടി വരുമ്പോൾ ഉലുവ ഇടുക. ഉലുവ ചുവന്ന് വരുമ്പോൾ 4 കറിവേപ്പില ഇടാം. 2 ഉണക്കമുളക് നടുപൊട്ടിച്ചിട്ട് അതിലിടുക. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ചൂടായി കഴിഞ്ഞാൽ മുളകും കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ സാധനങ്ങൾ, വറുത്ത സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. അങ്ങനെ കറിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി. വിത്തിൻ 10 മിനിറ്റ്സ്. നമുക്ക് മാങ്ങ വേവാനുള്ള സമയം മാത്രം മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിനൊരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം കുറച്ചു നേരം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കട്ടോ. നല്ല മണം. ആ വെളിച്ചെണ്ണയിൽ കടുകും മുളകും എല്ലാം കൂടി വറുത്തിട്ടത് ഇത് നമുക്ക് അവിടെ ഇളക്കി ചേർക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ കറി റെഡിയായി. മാങ്ങ പുളിങ്കറി.
ഒഴിച്ചു കൂട്ടാൻ പറ്റിയ കറിയാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു കൊണ്ടാട്ടമുളക് വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കുശാലായി അന്നത്തെ ഉച്ചയൂണ് അല്ലേ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും.